ആഗോള അയ്യപ്പ സംഗമത്തിന് പമ്പാ തീരത്ത് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. അയ്യപ്പ ഭക്തർ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തതിൽ സന്തോഷമുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. യഥാർത്ഥ ഭക്തർക്ക് മാത്രമേ അതിന് സാധിക്കൂ. ഭക്തി കേവലം പരിവേഷമായി അണിയുന്നവർക്ക് പ്രത്യേക അജണ്ടയുണ്ട്. അവ മുൻനിർത്തി സംഗമം തടയാൻ അവർ എല്ലാ ശ്രമവും നടത്തി. അതെല്ലാം സുപ്രീം കോടതി തന്നെ തള്ളിക്കളഞ്ഞുവെന്നും ഭഗവത്ഗീതയിലെ ശ്ലോകം ഉദ്ധരിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. തീർത്ഥാടകർക്ക് എന്താണ് വേണ്ടത്? അത് സർക്കാരോ ദേവസ്വം ബോർഡോ ഏകപക്ഷീയമായി സങ്കല്പിച്ച് നടപ്പിലാക്കുകയല്ല വേണ്ടത്. ഭക്തജനങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കി വേണ്ടത് ചെയ്യുകയാണ് ആവശ്യം. അതിനുകൂടി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് ഭക്തജന സംഗമം. ഇതിനോട് ഭക്തജനങ്ങൾ, പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തന്മാർ സർവാത്മന സഹകരിക്കുന്നുവെന്ന് കാണുന്നത് സന്തോഷകരമാണ്. യഥാർത്ഥ ഭക്തർക്ക് ഇങ്ങനെയേ ചെയ്യാനാകും. ഭക്തി കേവലമൊരു പരിവേഷമായി അണിയുന്നവർക്ക് പ്രത്യേക അജണ്ടയുണ്ടാവാം, അവർക്ക് പ്രത്യേക താല്പര്യങ്ങളുണ്ടാവാം. അവ മുൻനിർത്തി അവർ ഭക്തജന സംഗമം തടയാൻ എല്ലാവിധ പരിശ്രമങ്ങളും നടത്തി നോക്കി. അത് നമുക്ക് ബാധകമല്ല. ആ വഴിക്കുള്ള ശ്രമങ്ങളെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ വിലക്കി എന്നത് നമുക്കാകെ ആശ്വാസകരവുമാണ്. ആന്റണി ചേരുന്നു വിവരങ്ങളുമായി. ആന്റണി, ഈ ഒരു സംഗമവേദിയിൽ ഈ രീതിയിൽ രാഷ്ട്രീയ വിമർശനങ്ങളും അടക്കം ഉന്നയിച്ചിരുന്നു. ഒപ്പം തന്നെ നിരവധി കണക്കുകളും പറഞ്ഞിരുന്നു. ഇതോടൊപ്പം ഭഗവത്ഗീതയിലെ ശ്ലോകമടക്കം ഉദ്ധരിച്ച ഭക്തരുടെ ലക്ഷണം എന്താണ് എന്നുള്ളതൊക്കെ സൂചിപ്പിച്ചിരുന്നു മുഖ്യമന്ത്രി. എന്താണ് നമുക്ക് ആ ഒരു മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്? തീർച്ചയായും ആഗോള അയ്യപ്പ സംഗമത്തിന് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ തുടക്കമായിരിക്കുകയാണ്. പൊതുസമ്മേളനം ഇപ്പോഴും തുടരുകയും ചെയ്യുകയാണ്. ഏതായാലും വിമർശനങ്ങൾക്കടക്കം ഈ ആഗോള അയ്യപ്പ സംഗമം ഈ ആസൂത്രണം ചെയ്തത് മുതൽ ഇതുവരെ ഉയർന്ന എല്ലാ വിമർശനങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം തുടങ്ങിയത്. എന്തിനാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഉയർന്നൊരു ചോദ്യം. അതിന് മുഖ്യമന്ത്രി കൃത്യമായി തന്നെ മറുപടി പറയുകയും ചെയ്തത്, അതായത് തീർത്ഥാടകർക്ക് എന്താണ് വേണ്ടത്, ശബരിമലയിൽ തീർത്ഥാടകർക്ക് എന്താണ് വേണ്ടത് ദേവസ്വം ബോർഡും സർക്കാരും മാത്രമല്ല തീരുമാനിക്കേണ്ടത്. ഈ ഭക്തജനങ്ങൾ കൂടി അവർക്ക് എന്താണ് വേണ്ടതെന്ന് അവരിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ലക്ഷ്യമിട്ടുള്ളതാണ് ഈ ആഗോള അയ്യപ്പ സംഗമം. ഏകപക്ഷീയമായി ഒരു കാര്യവും ശബരിമലയിൽ ചെയ്യുക എന്നതല്ല സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പ്രധാനമായും പറഞ്ഞ ഒരു കാര്യം. അതുപോലെ തന്നെ ഈ ശബരിമലയിൽ പലപ്പോഴും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ശബരിമല തീർത്ഥാടനം കുറച്ച് ആയാസരഹിതമായി നടത്തേണ്ടതിന് ചില ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. ഈ ഒരു ബോധ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഏതായാലും മുഖ്യമന്ത്രി പറയുകയും ചെയ്യുന്നു, ഈ സംഗമത്തോട് ഈ സഹകരിച്ച ഭക്തർ അവരാണ് യഥാർത്ഥ ഭക്തർ. ഈ ഭക്തിയുടെ പരിവേഷം അണിയുന്ന ചിലരുണ്ട്, അവർക്ക് ചില ദുഷ്ടലാക്കുകളുണ്ട്. അത്തരക്കാർ ഈ സംഗമം തടയാനായി ശ്രമം നടത്തി. പക്ഷേ അത് സുപ്രീം കോടതി തന്നെ വിലക്കുകയും ചെയ്തു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഭഗവത്ഗീതയിലെ ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ടും അതുപോലെ തന്നെ തത്വമസി എന്ന ശബരിമലയിലെ ആ വാക്ക് ഉദ്ധരിച്ചുകൊണ്ടുമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പ്രസംഗത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാവരും ഒന്ന് എന്നുള്ളൊരു സങ്കല്പം ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണ് ശബരിമല എന്ന് പറയുന്നത്. അവിടെ മതാതീതമാണ് ശബരിമല. അതിനപ്പുറത്തേക്ക് ആ ഒരു നിലയിൽ നിന്ന് പോകുന്നതാണ് ശബരിമല എന്ന് പറയുന്നത് എന്നുള്ളതാണ്. ഇത് ലോകത്തിന് മുൻപിൽ, അതായത് ശബരിമലയുടെ ഈ മതാതീതത, ആ ആത്മീയത അത് ലോകത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതും അതുപോലെ തന്നെ കൂടുതൽ തീർത്ഥാടകരെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തീർത്ഥാടകരെ ശബരിമലയിലേക്ക് ആകർഷിക്കുക. അതുപോലെ തന്നെ മധുരയും തിരുപ്പതിയോടൊപ്പം ശബരിമലയും തീർത്ഥാടക ഭൂപടത്തിൽ രേഖപ്പെടുത്തുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്യുന്നു. ഏതായാലും അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശബരിമല
വിമാനത്താവളവും അതുപോലെ തന്നെ ശബരി റെയിൽ പദ്ധതിയും നടപ്പാകുമെന്ന് തന്നെ മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. ശബരി റെയിലുമായി ബന്ധപ്പെട്ടുള്ള അത് നടപ്പാക്കില്ല എന്ന് വരുന്ന തരത്തിലുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. ഇത്തരത്തിലുള്ള നുണപ്രചാരണങ്ങൾ തള്ളിക്കളയണം. താൻ തന്നെയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി ചർച്ച നടത്തിയിട്ടുള്ളത്. ആ ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോഴും സംസ്ഥാന സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൽ തന്നെയാണ്. പകുതി കേന്ദ്ര സർക്കാരും പകുതി സംസ്ഥാന സർക്കാരും വഹിക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. അതുപോലെ തന്നെ ശബരിമല വിമാനത്താവള പദ്ധതി യാഥാർത്ഥ്യമാവുകയും ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും BJP അടക്കം വലിയ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം. അവർ അടക്കം ഈ സമ്മേളനത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ബദൽ സംഗമം ഡൽഹിയിൽ സംഘടിപ്പിക്കുകയാണ്. അതിനിടയിൽ ഈ സമ്മേളന വേദിയിൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസാ സന്ദേശവും ദേവസ്വം മന്ത്രി VN വാസവൻ വായിക്കുകയും ചെയ്തു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. വിവിധ സംഘടനാ നേതാക്കൾ NSSൽ നിന്നും അതുപോലെ തന്നെ SNDPയിൽ നിന്ന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ വിവിധ തലങ്ങളിൽ നിന്നുള്ള ആളുകൾ നിലവിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും വിവിധ സെഷനുകൾ നടക്കുന്നുണ്ട്. 3 വേദികളാണ് പമ്പാ തീരത്ത് ഒരുക്കിയിരിക്കുന്നത്. ഈ സെഷനുകളിൽ ശബരിമലയിലെ ഈ തിരക്ക് നിയന്ത്രിക്കുക, അതുപോലെ തന്നെ ശബരിമല മാസ്റ്റർ പ്ലാൻ, അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾ, മറ്റ് വികസന പദ്ധതികൾ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളിലുള്ള സെഷനുകളാണ് നടക്കുക. കാളിദാസ്. ശരി, ആഗോള അയ്യപ്പ സംഗമത്തിന് തുടക്കമായിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളടക്കം നമ്മൾ കേട്ടിരുന്നതാണ്. പ്രഖ്യാപനങ്ങൾ ശബരിമല വിമാനത്താവളത്തിന്റെ അടക്കമുള്ള ചില സുപ്രധാന പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ നടന്നിരുന്നു. അതിനെ സംബന്ധിച്ചുള്ള നടപടികളടക്കം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നുള്ളതും കൂടിയാണ്. ഒപ്പം തന്നെ ചില രാഷ്ട്രീയ വിമർശനങ്ങളും ഈ അയ്യപ്പ സംഗമത്തിനെതിരെ പ്രവർത്തിച്ചവർക്ക് ഒരു മറുപടി എന്നുള്ളതും കൂടിയാണ് മുഖ്യമന്ത്രി ആ ഒരു വേദിയിൽ നൽകിയത്. ഇനി സെഷനുകളിലേക്കൊക്കെ തന്നെയാണ് പ്രധാനമായും കടക്കാനുള്ളത്. ആ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ തന്നെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഉദ്ഘാടന ചടങ്ങിന് ശേഷം 3 വേദികളിലായി 3 വ്യത്യസ്ത സെഷനുകൾ, ശബരിമലയുടെ വികസനത്തെ സംബന്ധിച്ചുള്ള സെഷനുകൾ നടക്കുമെന്നുള്ളതാണ്. ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.